ശെൽവമണി എന്നാണ് ഇവന്റെ പേര്. തമിഴ്നാട്ടിൽ നിന്നും ജോലി തേടി വന്ന ഒരു ചെറിയ കുടുംബത്തിലെ കണ്ണിയാണിവൻ. ജന്മന സംസാരശേഷിയില്ല. പുതിയ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ അവസാനം നാട്ടിൽ പോയത്. ശെൽവമണിക്ക് കന്നി വോട്ടു ചെയ്യണമെങ്കിൽ ഇനിയും 6-7 വർഷം കാത്തിരിക്കണം. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കാനും പുതിയ അണക്കെട്ട് ഉടൻ നിർമ്മിക്കാനും കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിമാർ കേന്ദ്ര ജലവിഭവ മന്ത്രി ശ്രീ പവൻകുമാർ ബൻസാലിനെ സന്ദർശിക്കും. അതേസമയം സർക്കാർ നിലപാടാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി വിശദീകരിച്ചു. വിവാദം ദൌർഭാഗ്യകരമാണെന്നും ദണ്ഡപാണി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിന്റെ 100% സർക്കാരിന്റെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാനത് ചീഫ് സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും സംസാരിച്ച് ചോദിച്ച് എടുത്ത കാര്യങ്ങൾ മാത്രമാണ് കോടതി പറഞ്ഞേക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷിയെപ്പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ ജലസംഭരണ ശേഷി അതിൽ പറഞ്ഞിരിക്കുന്ന സമയം കോടതി ചോദിച്ചു, അങ്ങനെ ഇത്ര സംഭരണ ശേഷി ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും പറ്റും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാടിന്റെ നിലപാടിനെതിരെ കേരളത്തിൽ വ്യാപക പ്രതിഷേധം. ഇടുക്കിയിലും കോട്ടയത്തും പ്രതിഷേധക്കാർ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ കോലം കത്തിച്ചു. ടൌണിലെ ഗുജിലിക്കടയിൽ നിന്ന് 50 രൂപ കൊടുത്തു വാങ്ങിയതാണ് ഈ ടയർ ട്യൂബ്. കാറ്റ് നിറച്ചതാണ്. എങ്കിലും എവിടെയോ ലീക്കുള്ളതുപോലെ. അത് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണവൻ. Dam row, the latest water wars, will water wars end up dividing our states? That's our next talking point here today. முல்லை பெரியாறு அணை விவகாரம் தொடர்பாக பிரதமர் மன்மோகன் சிங்கிடம் தமிழக மற்றும் கேரள குழுக்கள் தனித்தனியாக சந்தித்து மனுக்கள் அளித்தன. முல்லை பெரியாறு அணையை உடைத்துவிட்டு புதிய அணை கட்டும் முடிவில் கேரள அரசு பிடிவாதமாக உள்ளது. இதற்காக அணை பாதுகாப்பு குறித்து அம்மாநில அரசு பீதி கிளப்புவதாக புகார் எழுந்துள்ளது. We want a new dam. During this construction period, we want to lower the water level up to 120. So you're saying 142 meters would not be acceptable to Kerala? It has to be 120? We have already informed our position in the court. ഇനി ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. മഴ വന്നേക്കാം, ചിലപ്പോൾ ചെറിയ ഭൂചലനവും. അത് താങ്ങാനുള്ള ശേഷി കാലാവധി കഴിഞ്ഞ ഇവിടത്തെ ഡാമിനില്ലെന്ന് എല്ലാവർക്കും അറിയാം. ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവർ തന്നെ അതൊക്കെ നിസ്സാരമായി കാണുകയാണ്. ആകെ സമ്പാദ്യമായ 2 പവൻ സ്വർണം സാരിത്തലപ്പിൽ കെട്ടിവെച്ച് അകത്ത് കിടന്നുറങ്ങുകയാണ് അമ്മ. അച്ഛൻ ഒരു ടോർച്ചും തെളിച്ച് ഡാം പരിസരത്ത് കറങ്ങുന്നുണ്ടാവും. ഇന്ന് സുഖമായി ഉറങ്ങണം. രാത്രിയിലെങ്ങാനും ഡാം തകർന്ന് വെള്ളം ഒഴുകി വന്നാൽ മുങ്ങിച്ചാവാതിരിക്കാൻ ഈ ടയർ ട്യൂബ് ഉപകരിക്കും. അങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ 6-7 വർഷത്തിനുശേഷം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും ശെൽവമണി നാട്ടിലേക്ക് തിരിച്ചു പോവുക.